നമുക്കറിയാത്ത ഭാഷകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നമ്മൾ പല മെത്തേഡ് ഉപയോഗിക്കലുണ്ട്. അതിലേറ്റവും ബെറ്ററാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനൊരു സംഭവം കാണിച്ചു തരാം. ഇപ്പം ഞാൻ ബ്രൗസറിൽ ഒരു ആർട്ടിക്കിൾ വായിച്ചുകൊണ്ടിരിക്കെ എനിക്ക് ഈ വാക്കുകൾ അറിയില്ല, ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യുന്നു? ഇതൊന്ന് കോപ്പി ചെയ്യുന്നു. ആവശ്യമുള്ള ഭാഗം അവിടുന്ന് കോപ്പി ചെയ്തതിന് ശേഷം ഫോണിലുള്ള ഈ വിഡ്ജറ്റിൽ ഇവിടെ ചെറിയൊരു ബോക്സ് ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ എനിക്കതിവിടെ ട്രാൻസ്ലേറ്റ് ആയിട്ട് കിട്ടി. സംഭവം തീർന്നോ? ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ നമ്മളെ ഫോണിൽ ഡീഫാൾട്ട് ആയിട്ടുള്ളതാണ്. ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനും ഇല്ലാണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാം. അതെങ്ങനെ? അത് മാത്രമല്ല, ഇങ്ങനെ ഒരു വിഡ്ജറ്റ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം, ക്യാമറ ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുക, അതുപോലെ കോൺവെർസേഷൻ, വോയിസ് ട്രാൻസ്ലേറ്റർ, ഇതൊക്കെ നടക്കും. ഗൂഗിൾ ട്രാൻസ്ലേറ്ററിന്റെ ഇങ്ങനെ ഒരു വിഡ്ജറ്റ് ഫോണിൽ എങ്ങനെയാണ് ആഡ് ചെയ്യുക? അതൊന്ന് ആഡ് ചെയ്യാം. ആദ്യം ഞാൻ ഇതൊന്നും ഡിലീറ്റ് ചെയ്തത് കേട്ടെ, അത് റിമൂവ് ചെയ്ത് ഇനി നമുക്കത് ആഡ് ചെയ്യാം. അതിന് ഞാൻ ഇവിടെ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് താഴെ വിഡ്ജറ്റ് എന്നുള്ള സെക്ഷൻ എടുത്ത് അതിനുശേഷം ട്രാൻസ്ലേറ്റർ എടുക്കുക. ട്രാൻസ്ലേറ്റ് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കുറേ വിഡ്ജറ്റുകൾ കാണും. അതിൽ ഈ മൂന്നാമത്തെ വിഡ്ജറ്റ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക, ആഡ് കൊടുക്കുക. കണ്ട, അതവിടെ ആഡായി. ഇങ്ങനെ നമുക്ക് സൗകര്യത്തിന് ഉപയോഗിക്കുക, എളുപ്പത്തിന് ഉപയോഗിക്കുക, ഓരോന്നും വിഡ്ജറ്റായിട്ട് എടുത്ത് വെക്കുക. പലതും നമ്മൾ വീഡിയോ ചെയ്തേക്ക്, ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെയ്യാം. ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൻ്റെ ഈ വിഡ്ജറ്റ് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരം തോന്നിക്കേണ്ടത് ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിക്കേണ്ട ഒരു ലൈക്കും കൊടുത്തേക്ക്. അപ്പോൾ നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ.